സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി ലാലേട്ടന്റെ വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. പലരും എന്നോട് ചോദിച്ചു, ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് ഒരു വീഡിയോ ചെയ്യാത്തതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ലാലേട്ടന്റെ വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. അതോടൊപ്പം തന്നെ 2024 ലാലേട്ടന്റെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ, ലാലേട്ടന്റെ ഒരു വർഷമല്ലായിരുന്നു, കാരണം 2024 ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു LJP മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള മലൈക്കോട്ടെ വാലിബൻ. 4 മണിക്കാണ് സിനിമ റിലീസ് ചെയ്തത്. ആരാധകർക്ക് പോലും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായിട്ടുള്ള ഒരു സത്യം. എന്നാൽ 2024 അങ്ങനെ പറയപ്പെടാൻ പറ്റുന്ന വലിയ ഹിറ്റുകളൊന്നും ഇല്ലാത്തൊരു വർഷമായിരുന്നു. പക്ഷെ 2025 വരുമ്പോഴത്തേക്ക് ഞെട്ടിക്കുന്ന പല പല ബിഗ് അപ്ഡേഷനുമാണ് ലാലേട്ടൻ്റെതായിട്ട് പുറത്തു വരുന്നത്. ഇപ്പൊ ഈ 2024 അവസാനമായിട്ട് ഇറങ്ങാൻ പോകുന്ന ലാലേട്ടൻ സംവിധാനം ചെയ്തിട്ടുള്ള ബാറോസ് ആണ്. ബാറോസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. അതോടൊപ്പം തന്നെ 3D ആണ് സിനിമ. മലയാളത്തിൽ വലിയ ബഡ്ജറ്റിലെത്തുന്ന ഒരു സിനിമ, ഒരുപാട് വിദേശികൾ അഭിനയിക്കുന്ന സിനിമ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു സിനിമയാണ്. 2024 അവസാനത്തോടെ ഇറങ്ങുന്ന ഈ ഒരു സിനിമ ഹിറ്റാവോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ഡിസംബർ 25 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ലാലേട്ടൻ്റെ ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന ഒരു അപ്ഡേറ്റ്, വിഷ്ണു മഞ്ജു സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ സിനിമയിൽ ലാലേട്ടൻ ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട്. ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, ഇതിന്റെ ഒരു ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ടീസർ എല്ലാവരും നമ്മൾ കണ്ടാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഇപ്പൊ പുറത്തു വരുന്നു എന്നുള്ളതിന്റെ ഒരു വാർത്ത. കണ്ണപ്പ എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ ഇത് ലാലേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ്. അപ്പം മുന്നോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്റർ നാളെ ഇതിന്റെ അണിയറ പ്രവർത്തകർ പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിട്ടായിരിക്കും ചിലപ്പം പുറത്തു വരാൻ പോകുന്നത്. പിന്നെ അടുത്ത തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന തുടരുവാണ്. അത് തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഫാമിലി സബ്ജക്റ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ്. ലാലേട്ടന്റെ ആരാധകരും സിനിമാ പ്രേമികളും ഒന്നടങ്കം കാത്തിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ കൂടെ വരുന്നുണ്ട്. കാരണം ഈ സിനിമയുടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു ട്രെയിലർ പുറത്തിറങ്ങുന്നു എന്നുള്ള റൂമറുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ബാറോസ് സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഇതിന്റെ ട്രെയിലർ പുറത്തു വിടും എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ അത് മാറിയിരിക്കുന്നു. ജനുവരി 1-ാം തീയതി ഈ സിനിമയുടെ ഒരു ട്രെയിലർ ഇപ്പം പുറത്തു വരുമെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പൊ പറയുന്നത്. അതും കൃത്യം 12/1 ഈ ഒരു ട്രെയിലർ പുറത്തിറങ്ങാൻ പോകുന്നത്. അതായത് ന്യൂ ഇയർ ആഘോഷിക്കുന്ന വേളയിൽ ഇതിന്റെ ട്രെയിലർ പുറത്തിറങ്ങും എന്നുള്ളതാണ്. അതിനിപ്പം രാത്രി 1 മണിയായാലും 2 മണിയായാലും ഈ ഒരു സിനിമയുടെ അപ്ഡേഷൻ കാണാൻ വേണ്ടി മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കും. കാരണം മലയാളം കണ്ടൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഹിറ്റ് നേടിയതും അതുപോലെ തന്നെ പൃഥ്വിരാജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു എന്നുള്ള ആ ഒരു പ്രത്യേകതയും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു, ലൂസിഫർ. അതിന്റെ 2ാം ഭാഗമായിട്ട് എബ്രഹാം ഖുറൈഷി എന്ന് പറയുന്ന ലാലേട്ടന്റെ ആ ഒരു കഥാപാത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. രാത്രി കൃത്യം 12/1 ഇതിന്റെ ട്രെയിലർ പുറത്തിറങ്ങും എന്നാണ് ഇപ്പോ അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കാത്തിരിക്കാം, സിനിമയുടെ ട്രെയിലർ കാണാം. ഇപ്പൊ ലാലേട്ടൻ്റെതായിട്ട് 2025 വരാൻ പോകുന്ന മറ്റ് കുറച്ച് സിനിമകളുണ്ട്. അതും വലിയ അപ്ഡേഷൻ. കൃഷഭ എന്ന് പറയുന്ന ഒരു സിനിമ പാൻ ഇന്ത്യൻ സിനിമയാണ്. അതിന്റെ വലിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. റാം സിനിമയുടെ അപ്ഡേഷനും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പം 2025 ലാലേട്ടന്റെ വർഷമായിരിക്കും എന്ന് തന്നെയാണ് ഈ ഒരു സിനിമ അപ്ഡേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പറയാൻ സാധിക്കുക. ഒപ്പം തന്നെ ക്ലാഷ് റിലീസായിട്ട് മമ്മൂട്ടിയുടെ സിനിമകളും എത്തുന്നു എന്നുള്ള വാർത്തയും വന്നതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞാൽ മമ്മൂക്കായും ലാലേട്ടനും തുല്യ പ്രാധാന്യത്തിൽ എത്തുന്ന മറ്റൊരു സിനിമയുടെ ചിത്രീകരണം ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ക്യാമിയോ റോളിൽ എത്തുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ക്യാമിയോ റോൾ മാറി മുഴുനീള റോളിലാണ് ലാലേട്ടൻ ഈ സിനിമയ്ക്ക് എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഇവരുടെ ക്യാരക്ടറുകൾ എന്താണെന്നോ അല്ലെങ്കിൽ സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തു വിട്ടിട്ടില്ല. വളരെ സീക്രട്ട് ആയിട്ടാണ് സിനിമയുടെ ചിത്രീകരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ദുബൈയിൽ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ 2025 സിനിമകളുടെ ഒരു അപ്ഡേഷനാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ 2024 ലാസ്റ്റ് നമ്മുടെ ബാറോസ് സിനിമ തിയേറ്ററിലേക്ക് എത്തണം. അതായത് സിനിമ 4 മണിക്കും 3 മണിക്കും അല്ല റിലീസ് എന്നുള്ളത് അറിയാൻ സാധിച്ചു. കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ള 2 സിനിമകളും 4 മണിക്കും 3 മണിക്കൊക്കെ വന്ന് തിയേറ്ററിൽ സിനിമ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, ഈ ഉറക്കമൊക്കെ കഴിഞ്ഞ് പോയിരുന്ന് ഇങ്ങനെയുള്ള സിനിമ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് സത്യത്തിൽ പ്രേക്ഷകർ തന്നെ മടുത്തു പോകും. അതുകൊണ്ട് തന്നെ ഈ സിനിമ ബാറോസ് 9 മണിക്കാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. അതൊരു നല്ലൊരു ടൈം ആയിരുന്നത്. അപ്പൊ നമുക്ക് ബാറോസ് കാണാം. ബാറോസ് കണ്ടിട്ട് ബാറോസിന്റെ വിശേഷങ്ങളും പ്രേക്ഷകരുടെ പ്രതികരണമൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ ചാനലിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.